പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ സെക്കൻഡ് നമ്മുടെ ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെയുള്ളൊരു ഐറ്റമാണ് നമുക്കിപ്പോൾ ഇൻകേസ്, അതേപോലെ ഐവിഷ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട 1-2 ടിപ്സ് പഠിച്ചിട്ട് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ ഇൻകേസ് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളൊരു ഐറ്റമാണ്, എങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊന്നും കൂടെ നോക്കാം. ഐ ടേക്ക് ആൻ എംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ്. ഓപ്ഷൻസ്: റെയിൻസ്, റെയിൻഡ്, വിൽ റെയിൻ, റെയിൻ. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ്. സെയിം ഓപ്ഷൻ തന്നെ. അതേപോലെ ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു മാർക്ക് കണ്ടെത്താൻ പറ്റുക? അപ്പോൾ ഇൻ കേസ് എന്നുള്ളതിന് 2 ആക്ഷൻ ഉണ്ട്. ഇൻ കേസിന് മുമ്പൊരു ആക്ഷൻ ഉണ്ടെന്നും ഇൻ കേസിന് ശേഷം ഒരു സെക്കൻഡ് ആക്ഷൻ ഉണ്ടെന്നും നമുക്കറിയാം. എന്താ ഇവിടെ ശ്രദ്ധിക്കണ്ടേ? ഇതാ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ, എങ്ങനെ? ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ ഇൻ കേസിന് ശേഷവും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. സിമ്പിൾ പ്രസൻറ്റ് ഒരു വെർബിൻ്റെ ഏതൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ V1 ഫോം ആയിരിക്കും, അല്ലെങ്കിൽ വെർബിനോടൊപ്പം എസ് ചേർക്കണം, അല്ലെങ്കിൽ ES ഉണ്ടാവും, അതും അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ IES ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് കണ്ടെത്തുക. അപ്പോൾ ഒന്ന് നോക്കിയേ, ഇൻ കേസ് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഇൻ കേസ് എന്നുള്ളതിൻ്റെ മുമ്പൊരു വെർബുണ്ട്. ആ വെർബ് ഏതാണ്? ടേക്ക് എന്ന വെർബാണ്. ടേക്ക് എന്നുള്ളത് ഏതാണ് ടെൻസ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇൻ കേസിന് മുമ്പുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇൻ കേസിന് ശേഷവും സിമ്പിൾ പ്രസൻറ്റ് വരാം. നമ്മൾ തൽക്കാലം റെയിൻഡ് എന്നുള്ളതും വിൽ റെയിൻ എന്നുള്ളതും മാറ്റി വെച്ചു. ബാക്കി ഏതൊക്കെയുള്ളത്? റെയിൻസ് ഉണ്ട്, റെയിൻ ഉണ്ട്. ഏതൊക്കെയാ? റെയിൻസ് എന്നുള്ളതുണ്ട്, റെയിൻ എന്നുള്ളതും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? റെയിൻ ആണോ ശരി, റെയിൻസ് ആണോ ശരി? നമുക്കറിയാം ഇറ്റ് എന്നുള്ളത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അങ്ങനെ ഇറ്റുമായി കറക്റ്റായിട്ടുള്ളൊരു വാക്കാണ്, കണക്ട് ചെയ്ത് തരാൻ പറ്റുന്ന വാക്കാണ്. അത് ഏതാണ്? റെയിൻസ് എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ എന്ത് വന്നു? റെയിൻസ്. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഈ ടേക്ക് എന്നുള്ളത് മാറി ടുക്ക് എന്ന് വന്നു. ടേക്ക് എന്നുള്ളത് മാറി ടുക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അഥവാ വെർബിൻ്റെ രണ്ടാമത്തെ ഫോം ആയിരിക്കും. അങ്ങനെയുള്ള ഫോം ഏതാണുള്ളത്? റെയിൻസ്, റെയിൻഡ്, വിൽ റെയിൻ, റെയിൻ. അപ്പോൾ അവിടെ ഏത് ആൻസർ വരിക? റെയിൻഡ്. അപ്പം എന്താണോ നമ്മൾ ഈ പറഞ്ഞേ? ഇൻ കേസിന് മുമ്പിൽ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇൻ കേസിന് മുമ്പ് സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരുന്നതെങ്കിൽ, ഇൻ കേസിന് മുമ്പ് സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരുന്നതെങ്കിൽ ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞേ? സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിലും സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലും ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിലും സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലും ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഇവിടെ വിൽ ടേക്ക് എന്നുള്ള സിമ്പിൾ ഫ്യൂച്ചർ വന്നപ്പോൾ ഇൻ കേസിന് ശേഷവും സിമ്പിൾ പ്രസൻ്റ് വരണം. അപ്പോൾ ഇറ്റ് ആയതുകൊണ്ട് എന്തേ വരത്തുള്ളൂ? റെയിൻസ് എന്നേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പ്രസൻ്റ് വന്നാൽ, ഇൻ കേസിന് മുമ്പ് സിമ്പിൾ ഫ്യൂച്ചർ വന്നാൽ, ഇൻ കേസിന് ശേഷം സിമ്പിൾ
സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെന്താ വ്യത്യാസം? ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് വന്നാൽ ഇൻ കേസിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഒരു കാര്യം കൂടെ പഠിക്കുക. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ് റെയിൻ. വില്ല്, വുഡ്, ഷുഡ്, മൈറ്റ്. ഇൻ കേസ് ശേഷം നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വന്നാൽ ഷുഡ് മാത്രം സ്വീകരിക്കുക. അതുകൊണ്ട് ആൻസർ ഇവിടെ എന്തായിരിക്കും? ഷുഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഐ വിഷ് എന്നുള്ള ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് അതുപോലെ ഐ വിഷ് നോക്കാം. അപ്പം ഇൻ കേസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഐ വിഷ് നമുക്ക് നോക്കി. ഐ വിഷ് ഐ ഡാഷ് റിച്ച്. ഈസ്, വാസ്, വെയർ, ആം. ഏതാ നമ്മൾ സ്വീകരിക്കുക? ഐ വിഷ് ഐ ഡാഷ് ഹിസ് അഡ്രസ്. നോ, നീ, നോൺ, ഹാഡ് നോൺ. ഐ വിഷ്ഡ് ഐ ഡാഷ് ഹിം. മീറ്റ്, മെറ്റ്, ഹാഡ് മെറ്റ്, മീറ്റിംഗ്. ഇതിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 പാർട്ടായിട്ട് നമുക്ക് പറയാമല്ലോ അല്ലേ. ഈ ഐ വിഷ് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഐ വിഷ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അതിൻ്റെ അതായത് ഒരു വെർബിൻ്റെ രണ്ടാമത്തെ ഫോം അല്ലെങ്കിൽ വെയർ ആയിരിക്കും. അപ്പം തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമുക്കത് എക്സാമ്പിളിലൂടെ ക്ലിയർ ചെയ്ത് തരാം. ഇനി ഒരൊറ്റ കണ്ടീഷനും കൂടെ ഉള്ളൂ. ഐ വിഷ്ഡ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ പാസ്റ്റ് പെർഫെക്റ്റ്. എന്താ ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ? ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3ക്കാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്കിനി എക്സാമ്പിളിലോട്ട് നോക്കാം. യെസ്, ഐ വിഷ് ഐ ഡാഷ് റിച്ച്. അപ്പോൾ നമ്മളെ അലട്ടുന്ന ഒരു വിഷയമാണ്. സാധാരണ വൈൽ ഐ വാസ് എ ചൈൽഡ്, ഐയോടൊപ്പം വാസല്ലേ വരേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് വാസ് സാധാരണ നമ്മൾ പറയുന്നതാണ് വാസ്. എന്നാൽ ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ വാസ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താ ഉപയോഗിക്കണ്ടേ? ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. സിമ്പിൾ പാസ്റ്റ് ഇല്ല എങ്കിൽ, വെർബിൻ്റെ രണ്ടാമത്തെ ഫോം ഇല്ല എങ്കിൽ അവിടെ നമ്മൾ ആരെ ഉപയോഗിക്കാവുള്ളൂ? വെയറിനെ ഉപയോഗിക്കാവുള്ളൂ. ആരെ ഉപയോഗിക്കാവുള്ളൂ? വെയറിനെ ഉപയോഗിക്കാവുള്ളൂ. അപ്പം ഇനി നമുക്കൊരു മാർക്ക് പോകൂല. നമ്മുടെ ആൻസർ എന്ത് കിട്ടി? വെയർ എന്ന് കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐ വിഷ് ഐ ഡാഷ് ഹിസ് അഡ്രസ്. അവൻ്റെ അഡ്രസ്സ് അറിയാമായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഐ വിഷ് എന്നുള്ളൂ, ഇവിടെ വിഷ് എന്നേ ഉള്ളൂ. അങ്ങനെ വിഷ് എന്നുള്ളത് കൊണ്ട് മറുഭാഗത്ത് നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ അന്വേഷിക്കണം. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഏതാ? നോ അല്ല, പിന്നെ നോണും അല്ല, ഹാഡ് നോണുമല്ല, പിന്നെ എന്തായിരിക്കും? നീ. വളരെ എളുപ്പമല്ലേ? ഇനി ഒരു മാർക്ക് കളയരുത്. ഓക്കെ ആണല്ലോ? യെസ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വിഷ്ഡ് എന്നാണ്. നമുക്കറിയാം ഐ വിഷ്ഡ് എന്നാണെങ്കിൽ എന്തായിരിക്കണം? ഹാഡ് പ്ലസ് V3 ആയിരിക്കണം. ഐ വിഷ്ഡ് എന്നാൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഹാഡ് പ്ലസ് V3 ആണ്. അങ്ങനെ ഹാഡ് പ്ലസ് V3 ഈ കൂട്ടത്തിൽ ഏതാണ്? ഹാഡ് മെറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇനി മറക്കരുത്, ഒന്നും കൂടെ പറയാം. ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ഇല്ല എങ്കിൽ ഓക്സിലറി ആണ് വരുന്നതെങ്കിൽ വെയർ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്തേ ഉള്ളൂ? ഐ വിഷ്ഡ് എന്നാൽ ഹാഡ് പ്ലസ് V3. എന്നാൽ ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കി. പ്രീവിയസ് ഐ വിഷ് ഹി ഡാഷ് എ ജോബ്. ഈസ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇവിടെ പണി കിട്ടും. എന്താ പ്രശ്നം? ഇവിടെ ഈ പറയുന്ന മുമ്പേ പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് വാസും വെയറും ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനൊന്നുമില്ല. ഈസ്, ഹാസ്, ഹാവ്, ഹാഡ്. എടോ എന്താണോ ഇവിടെ പഠിച്ചേക്കുന്നത്? ഐ വിഷ് അല്ലേ പഠിച്ചിരിക്കുന്നത്. ഐ വിഷ് വന്നാൽ എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് വരണം. ഇവിടെ ഈസ് എന്നുള്ളത് പറ്റുമോ? ഇല്ല. ഹാസ്, ഹാവ്. അപ്പം ഞാനത് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. നിലവിൽ എനിക്കൊരു കാറുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാ പറയുക? ഐ ഹാവ് എ കാർ. അവനൊരു ബൈക്കുണ്ട്. ഹി ഹാസ് എ ബൈക്ക്. അപ്പോൾ ഈ ഹാസ്, ഹാവിന് ശേഷം ഒരു നൗൺ വന്നാൽ നിലവിലുള്ള ഒരു പ്രസന്റ് ടെൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
ഇത്ര ലോജിക്കുള്ളൂ അതിൽ. കഴിഞ്ഞ വർഷം എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറയാം? ഐ ഹാഡ് എ കാർ ലാസ്റ്റ് ഇയറിൽ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഇനിയും തെറ്റിക്കുമോ? നമ്മൾ സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും പറയുമ്പോൾ ഹാസ് ഹാവ് പ്ലസ് V3 ആണ് പറയുക. അത് ഓക്കെ ആണല്ലോ. അതേപോലെ പാസ്റ്റ് പെർഫെക്റ്റിന് ഹാഡ് പ്ലസ് V3 ആണ് പറയുക. ഇനി ഇതിനോടൊപ്പം ഒരു നൗൺ ആണ് വരുന്നതെങ്കിൽ ടെൻസ് അങ്ങ് മാറും. ക്ലിയർ ആണോ? ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എനിക്ക് നിലവിലൊരു കാർ ഉണ്ടെന്നാ. അപ്പോൾ ഹാവ് പ്ലസ് ഇതൊക്കെ പിന്നീട് നമുക്ക് ഗ്രാമറിൽ ആവശ്യമാണ്. ഗ്രാമർ പഠിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. അപ്പം അങ്ങനെ തന്നെ പഠിക്കണം. നമ്മൾ ഈ ഇംഗ്ലീഷിനെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഡെപ്തായിട്ട് തന്നെ വലിച്ചു കീറി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഈ ടീമിനോട് ആവശ്യപ്പെട്ടാൽ നമുക്ക് വലിച്ചു കീറി ഇംഗ്ലീഷ് നമ്മൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലോട്ട് ഇറങ്ങിപ്പോകണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ക്ലിയർ ആണല്ലോ. എന്താ ഹാസ് ഹാവ് പ്ലസ് നൗൺ ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് മനസ്സിലായോ? ചില ആൾക്കാർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഇത്ര നാൾ പഠിച്ചു വെച്ചേക്കുന്നത് ഹാസ് ഹാവ് വന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ല. ഹാസ് ഹാവിന് ശേഷം നൗൺ വന്ന സിമ്പിൾ പ്രസന്റിന്റെ സ്ഥാനത്താണ്. ഓക്കെ, നമുക്കതല്ല വിഷയം. ഹാഡ് പ്ലസ് ഒരു നൗൺ വന്നാൽ അത് സിമ്പിൾ പാസ്റ്റിന്റെ സ്ഥാനത്താണെന്ന് പഠിച്ചിരിക്കുക. വല്ലതും മനസ്സിലായോ? ഹാഡ് പ്ലസ് നൗൺ വന്നാൽ സിമ്പിൾ പാസ്റ്റിന്റെ സ്ഥാനത്താണ്. ഐ ഹാഡ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് നിലവിൽ കാർ ഉണ്ടെന്നാണോ അർത്ഥം? അല്ല. പിന്നെന്താ അർത്ഥം? കാർ ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്തു. ഇതിൽ നിന്നൊരു മാർക്ക് ഇനി നമുക്ക് പോവൂല. ഐ വിഷ് ഹി ഡാഷ് എ ജോബ്. എന്താ ആൻസർ വരിക? ഹാവ് എന്തായാലും വരൂല, പ്ലൂറല്ല. ഹാസ് വന്ന ഒക്കൂല. കാരണം എന്താണ്? പാസ്റ്റ് ആണ് വരേണ്ടത്. പാസ്റ്റിന്റെ സ്ഥാനത്ത് ഈ 4 ഓക്സിലറിയിൽ ഏതേ നിൽക്കുന്നുള്ളൂ? ഈ ഹാഡ് മാത്രമേ സിമ്പിൾ പാസ്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നുള്ളൂ. ഇനി ഒരു മാർക്ക് കളയോ? ഇല്ല. അപ്പൊ ആൻസർ എന്തായി? ഐ വിഷ് ഹി ഹാഡ് എ ജോബ്. ഓക്കെ, എങ്കിൽ ഐ വിഷ് ഹി ഡാഷ് ഹിയർ. വാസ് വെയർ ഈസ്. എന്തായാലും നമ്മൾ ഈസിനെ വെട്ടി, ഹാവിനെയും വെട്ടി. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ ചാടി കയറി എന്ത് പറയും? ഷീ വാസ്. ഇല്ലയോ? ഷീ വാസ് എന്നല്ലേ എഴുതാൻ പോകുന്നത്. സിമ്പിൾ പാസ്റ്റ് ആയില്ലേ? അല്ലേ? ഷീ വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് അല്ലേ? ഷീ വാസ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പാസ്റ്റ് അല്ലയോ? അങ്ങനല്ല കേട്ടോ, അങ്ങനെ തെറ്റിക്കല്ലേ. വാസ് അല്ലടോ. സാധാരണ നമ്മൾ ഇത്രയും നാൾ എന്താ പഠിച്ചു വെച്ചേക്കുന്നത്? ഷീ വാസ്. അത് അതുപോലെ തന്നെ. ക്ലിയർ ആണല്ലോ. ഷീ വെയർ എന്ന് എവിടെയെങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടോ? ഷീ വെയർ റൈറ്റിംഗ് ലെറ്റർ എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തന്നെ. പക്ഷേ നമ്മൾ ഐ വിഷ് എന്ന് പറയുന്ന യൂസേജ് പഠിക്കുമ്പോൾ എന്തേ അവിടെ എഴുതാൻ പറ്റുള്ളൂ? ഐ വിഷ് ഷി വെയർ. അതാ തൽക്കാലം ഐ വിഷിന് വേണ്ടി പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ? യെസ്. എങ്കിൽ ഐ വിഷ്ഡ് ഐ ഡാസ് ദ ഫിലിം. ഏതാണോ ആൻസർ വരിക? ഐ വിഷ്ഡ് ഐ ഡാസ് ദ ഫിലിം. ഏതാ വരിക? ഹാഡ് സീൻ എന്ന നമ്മളുടെ ആൻസറല്ലേ വരികയുള്ളൂ. ഹാഡ് സീൻ എന്ന ആൻസറല്ലേ വരികയുള്ളൂ. കാരണം നമുക്കറിയാം വിഷ്ഡ് എന്ന് പറയുന്നത് വിഷ്ഡ് ആണ്. അതായത് ഐക്ക് ശേഷം വിഷ്ഡ് എന്ന പാസ്റ്റ് ടെൻസ് വന്നാൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഇൻകേസ് ഐ വിഷ് ക്ലിയറായിട്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.